السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട കുട്ടികളെ, മുളയങ്കാവ് ക്രിസ്ത്യൻ ഗേൾസിൻ്റെ CREയിലെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. തവക്കുലിൻ്റെ ശക്തി അഥവാ ദ പവർ ഓഫ് തവക്കുൽ എന്നാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ വിഷയം. സത്യവിശ്വാസികളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സവിശേഷ ഗുണമാണ് അള്ളാഹുവിൽ അവർ ഭരമേൽപ്പിക്കുക എന്നത്. തവക്കുൽ എന്നാണ് ഇതിനെ അറബിയിൽ പറയുന്ന വാക്ക്. ഏകദൈവ വിശ്വാസത്തിൻ്റെ തൗഹീദിൻ്റെ അതിപ്രധാനമായ ആശയമാണ് തവക്കുൽ. അതായത് വക്കാലത്ത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യേണ്ട പണി മറ്റൊരാളെ ഏൽപ്പിക്കുക. ഒരടിമക്ക് അള്ളാഹുവുമായുള്ള ബന്ധത്തിൻ്റെ താക്കോലാണ് തവക്കുൽ. സൃഷ്ടികളായ നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങളെല്ലാം നാം ചെയ്ത ശേഷം ലോക സൃഷ്ടാവായ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, ഇതാണ് തവക്കുൽ. ഈ തവക്കുൽ ഒരു സത്യവിശ്വാസിക്ക് നൽകുന്നത് അസാധാരണമായ ആത്മവിശ്വാസവും മനോധൈര്യവുമാണ്. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഫിറഔന്റെ കൊട്ടാരത്തിൽ ചെന്ന് അവനോട് തൗഹീദ് പറയാൻ ധൈര്യം നൽകിയത്. ഫിറഔൻ എന്ന് പറഞ്ഞാൽ സ്വയം അവൻ തന്നെയാണ് റബ്ബ് എന്ന് വാദിച്ചു നടക്കുന്ന അതിക്രൂരനായ ഒരു ഭരണാധികാരിയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ച് പറഞ്ഞതാണ് ഫിറഔന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് തൗഹീദ് പറയണം എന്ന്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് പോകണം. എന്നിട്ട് അപ്പോൾ മൂസാ നബിയും നമ്മളെ പോലുള്ള ഒരു സാധാരണ മജ്ജയും മാംസവും ഒക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ്. എന്തായിരിക്കും ആ മാനസികാവസ്ഥ നമുക്ക് ഒന്ന് ഓർക്കാവുന്നതാണ്. അപ്പൊ മൂസാ നബി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫിർഔൻ നീയല്ല റബ്ബ്, നിന്നെയും എന്നെയും എല്ലാം സൃഷ്ടിച്ച സർവ്വപരിപാലകനായ റബ്ബിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഫിർഔൻ കളിയാക്കി കൊണ്ട് ചോദിക്കുന്നുണ്ട്, ആരാ മൂസ നിന്റെ റബ്ബ്? അപ്പോ മൂസാ നബി പറയാം, ആല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ സുമ്മ ഹദാ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും പിന്നീട് അവർക്കെല്ലാം മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന്. അപ്പോൾ ആരാണ് റബ്ബ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും കാര്യങ്ങളിൽപ്പെട്ട മുഴുവൻ നന്മകൾ ലഭിക്കാനും തിന്മകൾ തടുക്കാനും സത്യസന്ധമായി ആ സർവ്വപരിപാലകനെ നമ്മൾ ആശ്രയിക്കണം. അതാണ് തവക്കുൽ. അള്ളാഹു നമ്മളെ ആഗ്രഹിക്കട്ടെ. ഇത് സത്യവിശ്വാസികളുടെ സ്വഭാവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ്. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ തങ്ങളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ, അല്ലെങ്കിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. കാരണം ഒരാൾ സമ്പൂർണമായി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ തീരുമാനിച്ചാൽ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി അള്ളാഹു നൽകും. വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വക്കീല, നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് വഖഫാ ബില്ലാഹ്, അള്ളാഹു മതിയായവനാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണമെന്ന് ജനങ്ങളോട് കൽപ്പിക്കാൻ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ എണ്ണി എണ്ണി പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ അള്ളാഹു വിശേഷിപ്പിക്കുന്ന ഒരു സവിശേഷ ഗുണമാണ് തവക്കുൽ. ഈ ആയത്തൊന്ന് കേട്ടുനോക്കൂ. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ, അല്ലദീന, ഏതൊരു കൂട്ടരാണ്, ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹുവെ പറ്റി അവരോട് പറയപ്പെട്ടാൽ അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങും, വഇലാ റബ്ബിഹിം വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവരോട് പറയപ്പെട്ടാൽ സാദതുഹും ഈമാന, അത് അവർക്ക് അവരുടെ ഈമാനിനെ വർദ്ധിപ്പിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ റബ്ബിങ്കൽ ഭരമേൽപ്പിക്കപ്പെടുന്നവരാണ്. അള്ളാഹുവെ പറ്റി പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുകയും അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൽ ഭരമേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരെത്രേ വിശ്വാസികൾ. പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, തവക്കുൽ നാം ശരിയായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ.
അള്ളാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ഒരു വിശ്വാസിക്ക് അവന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് തവക്കുൽ സാധ്യമാവുക. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി വമിൻകൽ ജദ്ദ്. നമസ്കാര ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. റഹ്മാനായ റബ്ബേ, നീ നൽകിയ ഒരു അനുഗ്രഹത്തെ ആർക്കും തടയുക സാധ്യമല്ല. അല്ലാഹുവേ, നീ തടഞ്ഞ ഒരു അനുഗ്രഹത്തെ ഈ ലോകത്തെ എല്ലാവരും കൂടി പരിശ്രമിച്ചാലും അത് എനിക്ക് നൽകുവാനും ഒരാളെ കൊണ്ടും കഴിയുകയില്ല. തവക്കുലുള്ള ഒരു വിശ്വാസി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്. ഇതാണ് റഹ്മാനായ റബ്ബിനെ കുറിച്ച് നമുക്കുണ്ടാവേണ്ട പവിത്രമായ വിശ്വാസം. എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ്. എല്ലാ ആപത്തുകളെ തൊട്ടും കാവൽ നൽകുന്നത് അള്ളാഹുവാണ്. നന്മ നൽകുന്നതും തിന്മ നൽകുന്നതും എല്ലാം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞ് അധ്വാനിക്കാതെ ജീവിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. നമ്മൾ ലക്ഷ്യം വെക്കുന്ന കാര്യത്തിലേക്ക് എന്തെല്ലാം പരിശ്രമങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അത് മുഴുവനും നമ്മൾ കൃത്യമായി പരിശ്രമിക്കണം. അള്ളാഹു അനുവദനീയമാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥനയോടെ പരിശ്രമിക്കണം. നമുക്ക് എക്സാമാണ്, നമ്മൾ അതിന് ചിട്ടയായിട്ട് പഠിക്കണം. മുൻ വർഷത്തെ ചോദ്യപേപ്പറുകൾ ചെയ്യണം. ചാപ്റ്റേഴ്സ് ഒക്കെ ഒരു വട്ടം വായിച്ചിട്ട് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കണം. പിന്നെ വല്ല ക്ലാസ്സുകളും നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അത് കാണണം. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. നമുക്ക് ഏറ്റവും നല്ലത് എന്താണ് അത് നമ്മുടെ റബ്ബ് നമുക്ക് നൽകും. നമുക്ക് നല്ല വിശപ്പുണ്ടെന്ന് വിചാരിക്കുക. അത് മാറ്റണമെങ്കിൽ അള്ളാഹു ഇവിടെ വെച്ചിട്ടുള്ള ചില പരിഹാര മാർഗങ്ങളുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ അധ്വാനിക്കണം. എന്നിട്ട് ഭക്ഷണം കഴിക്കണം. റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം. പഠിച്ചവനെ, ഈ കഴിച്ച ഭക്ഷണം എൻ്റെ വിശപ്പ് മാറ്റാൻ എനിക്ക് ഉപകാരപ്പെടണം. നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ നല്ലതിനെ നൽകണം, അതിലെ ദോഷങ്ങളെ തട്ടി നീക്കി തരണം. ഇതൊക്കെ നമ്മൾ അള്ളാഹുവോട് പറയണം. ചിലരൊക്കെ പറയും, ഞാൻ ഇങ്ങനെ ജീവിക്കണം എന്നത് അള്ളാഹു മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ എന്തിനാ മാറുന്നത് എന്ന്. അങ്ങനെയല്ല. സ്വർഗം നേടണമെന്ന് മനസ്സിലൊരാഗ്രഹം കൊണ്ട് നടന്ന് അതിനുവേണ്ടി നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ മാർഗത്തിലും പരിശ്രമിച്ചുകൊണ്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു തവക്കുലാക്കണം. നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണമെന്നത് ഓരോ മനുഷ്യന്റെയും ആഗ്രഹമാണ്. നരകമോചനം അള്ളാഹു ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ചിലര് എന്നെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ തന്നെ ഞാൻ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാകും, പിന്നെ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്താലും എന്താ, അങ്ങനെ കരുതലല്ല തവക്കുൽ. മറിച്ച് ആ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ റഹ്മാനായ റബ്ബ് എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മളോട് വിലക്കിയിട്ടുള്ളത് ആ തിന്മകളിൽ നിന്ന് മുഴുവനും വിട്ടു നിന്നുകൊണ്ട് നമ്മൾ നരകമോചനത്തിന് വേണ്ടി പരിശ്രമിക്കണം. ഇതാണ് അതിനു വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം. ഇനി നമ്മുടെ ചുറ്റും ഒന്ന് നോക്കാം. പല ആളുകളുടെ ശരീരത്തിലും കുട്ടികളുടെ ശരീരത്തിലൊക്കെ കറുത്ത ചരട്, മന്ത്രിച്ചൂടിയ നൂല്, ഏലസ് ഇതൊക്കെ നമുക്ക് കാണാം. ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മൻ അഖദ തൊക്കുദത്ത്, ആരെങ്കിലും നൂല് ഇങ്ങനെ എടുത്തിട്ട് അതിൽ കെട്ടുക, എന്നിട്ട് സുമ്മ നഫസ ഫീഹ, എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഊതുക, ഓരോന്ന് ചൊല്ലിയിട്ട് ആ നൂല് കെട്ടുക, അതിലേക്ക് ഊതുക. അങ്ങനെ ചെയ്താൽ ഫഖദ് സഹറ, അവൻ സിഹർ ചെയ്തു എന്നാണ്. വമൻ സഹ, അങ്ങനെ ആരെങ്കിലും സിഹർ ചെയ്താൽ ഫഖദ് അശ്റക, അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തു, അവൻ ശിർക്ക് ചെയ്തു എന്നാണ്. പിന്നെയും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മളുടേതായ വാക്കുകളല്ല, അള്ളാഹുവിന്റെ റസൂല് പറയാണ്, മൻ തഅല്ലക ഷൈഅൻ വുകില ഇലൈഹി, അതായത് ആരെങ്കിലും എന്തെങ്കിലും കെട്ടിയാൽ, ഇതുപോലെ ഐക്കല്ലോ മന്ത്രിച്ചൂടിയ നൂലൊക്കെ കെട്ടിയാൽ അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെടും. പിന്നെ അവന്റെ വക്കീല് അവരായിരിക്കും. നമ്മുടെ വക്കീൽ അള്ളാഹുവാണ്. വഖഫാ ബില്ലാഹി വക്കീല, ഭരമേൽപ്പിക്കാൻ അള്ളാഹു മതിയായവനാണ്. അതുകൊണ്ടാണ് നമ്മൾ രാവിലെയും വൈകുന്നേരവും 7 തവണ വീതം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി ചൊല്ലുന്ന ഒരാളുടെ ശരീരത്തിൽ ഒരിക്കലും ഏലസോ മന്ത്രിച്ചൂടി കെട്ടിയ നൂലോ ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഒരാൾ ചെയ്താൽ
അള്ളാഹു അയാളിൽ നിന്ന് ഒഴിയും. അതാണ് അതിന്റെ ഗൗരവം. കാരണം അള്ളാഹു പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് ഒരാൾ മറ്റൊരാളടുത്ത് ചെന്നിട്ട് ചരടൂതി കെട്ടുന്നതും ഏലസ് കെട്ടുന്നതും അല്ലെങ്കിൽ ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും പോയി അവിടുത്തെ പുണ്യപുരുഷന്മാരോട് സഹായം തേടുന്നത്. അതിനാലാണ് റസൂലുള്ള പറഞ്ഞത് മൻ തഅല്ലഖ ശൈഅൻ ഉകില ഇലൈഹി എന്ന്. ഇത് ഐക്കലും ചരടും മാത്രമല്ല, പച്ച നാടയായിട്ട് വാഹനത്തിൽ കെട്ടുന്നവരുണ്ട്, കുപ്പിയിലാക്കി വീട്ടിൽ കെട്ടി തൂക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പോരിശ കൊണ്ടാണ് നമ്മുടെ ആപത്തുകൾ നീങ്ങി കിട്ടുന്നത് എന്നാണ് അത് അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ധാരണ. റസൂലുള്ള പറയാണ്, അങ്ങനെ കെട്ടുന്നവരെ അള്ളാഹു വിടും, ആ കെട്ടിയതിലേക്ക് അള്ളാഹു അവരെ ഏൽപ്പിക്കുമെന്ന്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരു വിശ്വാസി പ്രഭാതത്തിൽ പ്രദോഷത്തിലും പറയുന്നത് യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവരും എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹുവെ ബിറഹ്മതിക അസ്തഈസു, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ അള്ളാഹുവോട് സഹായം തേടുകയാണ്. അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ, എന്റെ എല്ലാ കാര്യങ്ങളും റബ്ബേ എനിക്ക് ശരിയാക്കി തരണമേ. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും അള്ളാഹുവെ നീ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും നമ്മളിലേക്ക് ഏൽപ്പിക്കരുതേ എന്നാണ് നമ്മൾ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവോട് പ്രാർത്ഥിക്കേണ്ടത്. ഇത് പഠിപ്പിക്കപ്പെട്ട ഒരു മുസ്ലിം ഒരിക്കലും തന്റെ അസുഖങ്ങൾ മാറാനോ ദോഷങ്ങൾ നീങ്ങാനോ ആപത്തുകൾ ചെറുക്കാനോ മന്ത്രിച്ചൂതിയ നൂലുകളെയോ ഐക്കലുകളെയോ പച്ചറികളെയോ കുപ്പികളെയോ ജാറങ്ങളെയോ മക്ബറകളെയോ ആശ്രയിക്കരുത്. അള്ളാഹു നമുക്ക് സന്മാർഗം കാണിച്ചു പെരുമാറാകട്ടെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടി അവരുടെ ഹിജറ യാത്ര വേളയിൽ സൗർ ഗുഹയിൽ അഭയം തേടുകയാണ്. റസൂലുള്ളാഹി രക്ഷപ്പെട്ടതറിഞ്ഞ് ശത്രുക്കള് റസൂലുള്ളാഹിനെ തെരഞ്ഞിട്ട് എല്ലാ ഭാഗത്തേക്കും പോവുകയാണ്. അങ്ങനെ ഇവരെവിടെ എത്തി? ഈ സൗർ ഗുഹയുടെ അടുത്തെത്തി. ഈ ഗുഹ എന്ന് പറഞ്ഞാൽ അധികം ഉൾഭാഗത്തൊന്നുമില്ല, ഒരു ചെറിയൊരു ഗുഹയാണ്. അപ്പോ ആ ശത്രുക്കളൊന്ന് തല താഴ്ത്തി നോക്കിയാൽ ഇവര് ഒളിഞ്ഞിരിക്കുന്നത് കാണും. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് റസൂലിനോട് പറയാണ്, റസൂലെ അവരൊന്ന് തിരിഞ്ഞു നോക്കിയാ നമ്മളെ കാണൂട്ടോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി യാ അബൂബക്കർ മാ വന്നുക ബി ഇസ്നൈനി അല്ലാഹു സാലിസുഹുമാ, അള്ളാഹു മൂന്നാമനായി കൂടെയുള്ള ഈ രണ്ടുപേരെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് അബൂബക്കർ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കണ്ട, ഭയപ്പെടണ്ട, അള്ളാഹു തീർച്ചയായും നമ്മളോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹിന്റെ റസൂൽ എന്ത് ചെയ്തു? അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചു. ഇതാണ് തവക്കുലിന്റെ ഭാവം. നമുക്കത് പറയുമ്പോൾ നമുക്ക് അത്ര ഫീൽ ചെയ്യൂല. ആ ഒരു അവസ്ഥയിലൊക്കെ എത്തി നിൽക്കണം. കാരണം അത് നമ്മളിപ്പോ ചില പേടി സ്വപ്നങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഊരിപ്പിടിച്ച വാളുമായിട്ട് ശത്രുക്കൾ നടക്കുകയാണ്, എവിടെ കണ്ടാലും തല വെട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു സന്ദർഭത്തിലാണ് അങ്ങനെയുള്ള ഒരു ശത്രു തൊട്ടടുത്ത് വന്ന് നിൽക്കുമ്പോഴാണ് എന്താ ചെയ്യുന്നത്? മനോധൈര്യം കൈവിടാതെ പറയുന്നതാണ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇത് നമ്മുടെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തരാണ്. പല തരത്തിലും നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ആ സമയത്തൊക്കെ ഇതിന്റെ റഹ്മാനായ റബ്ബ് എന്നോട് കാണിക്കുന്ന കാരുണ്യമാണ്, അവനിലേക്ക് കൂടുതൽ അടുക്കാൻ, കൂടുതൽ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ, അങ്ങനെ നമുക്ക് സ്വർഗം തരാൻ വേണ്ടിയിട്ട് ആ ഒരു ധൈര്യവും വിശ്വാസവും നമുക്ക് വേണം. അങ്ങനെ ശത്രുക്കൾ ഇവരെ കണ്ടെത്താനാവാതെ മടങ്ങുകയാണ്. സൂറത്ത് നൂറിലെ 11 മുതൽ ഉള്ള ആയത്തുകളിൽ ഇനി വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഐഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ഒരു അപവാദ കഥയുടെ ചരിത്രമുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യുദ്ധത്തിന് പോയി മടങ്ങുമ്പോൾ ഒരു മരുഭൂമിയിൽ അവർ ഒറ്റപ്പെട്ടു. ഐഷ റളിയല്ലാഹു അൻഹ അധികം കനമില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇരിക്കാറുള്ള ഒട്ടകക്കട്ടിൽ ഐഷ റളിയല്ലാഹു അൻഹ ഉണ്ട് എന്ന് കരുതിയിട്ട് ഐഷ റളിയല്ലാഹു അൻഹ ഇരിക്കാറുള്ള ഒട്ടകക്കട്ടിൽ അവരെന്ത് ചെയ്യാണ്? അത് ഒട്ടകപ്പുറത്ത് വെച്ചിട്ട് ഒട്ടകത്തെയും കൊണ്ട് സഹാബാക്കൾ പോയി. ഐഷ റളിയല്ലാഹു അൻഹ മരുഭൂമിയിൽ മലമൂത്ര വിസർജന ആവശ്യത്തിന് പോയതായിരുന്നു. പിന്നെ അവിടെ വെച്ച് അവരുടെ മാല കാണാലാതെ. അങ്ങനെ ആ മാല തെരഞ്ഞെടുത്ത് അവർ തിരിച്ചെത്തിയപ്പോഴേക്കും
അവര് ഈ അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു ഒരു വഴി കാണിച്ചു കൊടുത്തരും എന്ന ഉറപ്പിൽ അള്ളാഹുൽ തവക്കുൽ ചെയ്ത് ഐഷ റളിയല്ലാഹു അൻഹ ആ മരുഭൂമിയിൽ അങ്ങനെ ഇരുന്നു. പിന്നീട് സൈന്യത്തിന്റെ പിന്നാലെ വരുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹു അവിടെ എത്തി. അപ്പോൾ യുദ്ധത്തിന് പുറപ്പെട്ട ആളുകളെ ഏറ്റവും പിറകിലായിട്ട് ഒരാൾ വരും. ഈ യുദ്ധത്തിൽ വന്ന സഹാബികളൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഐഷ റളിയല്ലാഹു അൻഹയെ കണ്ടു. അതേ ഉടനെ ഉറക്കെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി. ഇത് കേട്ട ഐഷ റളിയല്ലാഹു അൻഹ നോക്കിയപ്പോൾ സഫ്വാൻ റളിയല്ലാഹു അൻഹു വരികയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? തൻ്റെ നിക്കാബ് മുഖത്തേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്തു? സഫ്വാൻ റളിയല്ലാഹു അൻഹു ഈ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. അവരതിൽ കയറി. അങ്ങനെ അവര് മദീനത്തേക്ക് പുറപ്പെടുകയാണ്. ഇസ്തിർജാഇന്റെ ഈ വാക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നല്ലാതെ മറ്റൊന്നും സംസാരിക്കാതെ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് നടക്കുകയാണ്. അങ്ങനെ അവര് ഉച്ചയോടെ മദീനയിലെത്തി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ മറ്റു പത്നിമാര് ഐഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാറുണ്ടായിരുന്നു, ആ ഒട്ടകപ്പുറത്ത് കയറുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചൊല്ലിയത് എന്ന്. അപ്പൊ ഐഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആ ഒട്ടകപ്പുറത്ത് കയറുമ്പോഴും ആ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴുമൊക്കെ എൻ്റെ മനസ്സിലും എൻ്റെ നാവിലും ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് മാത്രമായിരുന്നു. എനിക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹു എത്ര ഉത്തമൻ. ഈ ഒരു പ്രാർത്ഥനയും ദിക്റുമായിരുന്നു എൻ്റെ മനസ്സിൽ. സുബ്ഹാനല്ലാഹ്, ഈ ഒരു പ്രാർത്ഥനയുടെ ഫലം എത്രയായിരുന്നു. ഐഷ റളിയല്ലാഹു അൻഹ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയതിനാൽ ഐഷ റളിയല്ലാഹു അൻഹയുടെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തു. അവരുടെ സത്യസന്ധത അല്ലാഹു തെളിയിച്ചു. ഖിയാമത്ത് നാൾ വരേക്കും ഐഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണെന്ന കാര്യവും അവർ പതിവ്രതയാണെന്ന കാര്യവും ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും പാരായണം ചെയ്യുവാൻ സൂറത്തു നൂറിലെ 11 മുതലുള്ള ആയത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചു. അല്ലാഹു തവക്കുലാക്കാൻ മതിയായവനാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉറച്ചു വിശ്വസിച്ചപ്പോൾ അല്ലാഹു നൽകിയ സമ്മാനമാണത്. എന്നാൽ നമ്മളൊരു കാര്യം അല്ലാഹുവിലേക്ക് തവക്കുലാക്കി ഉടനെ തന്നെ അല്ലാഹു നമുക്കതിന് ഉത്തരം നൽകിക്കൊള്ളണമെന്നില്ല. അത് അല്ലാഹുവിനറിയാം എപ്പോഴാണ് നമുക്ക് നമ്മുടെ കാര്യം സാധിപ്പിച്ചു തരേണ്ടത് എന്ന്. ഇതുവരെ ആയിഷ റളിയല്ലാഹു അൻഹക്ക് അവർ നിരപരാധിയാണ് എന്നുള്ള ആയത്തുകൾ ഇറങ്ങുന്നത് വരെയും വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നത്. ഇനി കരയാൻ കണ്ണീരില്ലാത്ത അത്രയും അവർ കരഞ്ഞിരുന്നു. റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ആയിഷ, നീ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അല്ലാഹു നിന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തും. അതല്ല, നീ വല്ല പാപവും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അല്ലാഹുവോട് പാപമോചനം തേടുകയും അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യണമെന്ന്. ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഇത് കേട്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ നിരപരാധിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മറുപടി പറയാൻ, അല്ലെങ്കിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടൊരു വാക്ക് പറയാൻ ഉപ്പയായ അബൂബക്കർ റളിയല്ലാഹു അൻഹയോടും ഉമ്മയോടും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. ഇത് അവരുടെ ഇഖ്ലാസ് ആണ്. അതായത് അവിടെ എന്ത് നടന്നു അത് ആയിഷ റളിയല്ലാഹു അൻഹക്കും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനും അല്ലാഹുവിനും മാത്രമേ അറിയുള്ളൂ. ഇവര് പറയുന്നത് വിശ്വസിക്കാമെന്നല്ലാതെ നടന്നത് എന്താണെന്ന് അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് അവരും മൗനം അവലംബിക്കുകയാണ്. ആ സമയത്ത് നിരപരാധിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഫസബ്റുൻ ജമീൽ വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ. ഫസബ്റുൻ ജമീലുൻ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. ഏറ്റവും ഭംഗിയുള്ള ക്ഷമിക്കുകയാണ്. നിങ്ങളെ ചോദിക്കുന്ന കാര്യത്തിൽ അല്ലാഹുവോടാണ് എനിക്ക് സഹായം തേടാനുള്ളത് എന്നായിരുന്നു. അധികം വൈകാതെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിക വചനങ്ങൾ ഇറക്കുകയാണ്. അതാണ് സൂറത്ത് നൂറിലെ 11 മുതലുള്ള ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും അല്ലാഹു നമുക്ക് നൽകുമോ? യാഖൂബ് ഈ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഫസബ്റുൻ ജമീലുൻ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, ഇത് യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ചെന്നായ പിടിച്ചു എന്ന് അവരുടെ സഹോദരന്മാർ വന്ന് യാക്കൂബ് നബിയോട് പറയാണ്. ആ സമയത്ത് യാക്കൂബ് നബി പറയുന്ന വാക്കുകളാണ് ഇത്.
അപ്പോൾ എന്നിട്ട് യാക്കൂബ് നബി തൻ്റെ കുട്ടിയെ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് 40 കൊല്ലത്തോളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചത്. കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുകളുടെ കാഴ്ച അടക്കം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു നബിയാണ് അല്ലെ, അള്ളാഹുവിനോട് അത്രയും അടുത്ത ആളാ. എന്നിട്ട് പോലും അള്ളാഹു ഉത്തരം നൽകിയത് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഏതാണ് ഹൈറ് എന്ന് നമുക്കറിയില്ല. അള്ളാഹു നമുക്ക് ഹൈറ് മാത്രമേ നൽകൂ. അള്ളാഹുവിന്റെ അടുത്തുള്ളതെല്ലാം നന്മ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഒരു മാസത്തിലധികം ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടാണ് അള്ളാഹു വഹി ഇറക്കുന്നത്. ഇതുപോലെ തവക്കുലുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമാണ് 4 മുഹമ്മദുമാരുടെ കഥ. മുഹമ്മദ് ബിൻ ജരീർ അത്വബരി, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ഹുസൈമ, മുഹമ്മദ് ബിൻ ഹാറൂൻ അറുവയാനി, മുഹമ്മദ് ബിൻ നസുർ അൽ മർവസി. ഇവരാണ് ആ 4 മുഹമ്മദുമാർ. ഇതില് പ്രശസ്തനായ തഫ്സീർ പണ്ഡിതനുണ്ട്, വലിയൊരു ഫഖീഹുണ്ട്, ഫിഖ്ഹി നോളജിൽ കർമ്മശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതനുണ്ട്, ഹദീസ് പണ്ഡിതന്മാരുണ്ട്. ഇവരൊക്കെ അറിവ് പഠിക്കാനായി ഈജിപ്തിലെ എത്തിയ നിർധനരായ പഠിതാക്കളാണ്. അങ്ങനെ അരപ്പട്ടിണിയിലും മുഴുപട്ടിണിയിലുമായി വിജ്ഞാനം അഭ്യസിച്ചു വരുന്ന കാലമാണ്. അങ്ങനെ വല്ലാതെ വിശപ്പ് കൊണ്ട് വലഞ്ഞ ഒരു അവസ്ഥ അവർക്കുണ്ടായി. ഈജിപ്തിലാണെങ്കിൽ അവർ വിദേശികളാണ്. പട്ടിണി മാറണമെങ്കിൽ ആരോടെങ്കിലും സഹായം ചോദിക്കേണ്ടത് അവർക്ക് അത്രയും നിർബന്ധമായി തീർന്നു. എന്നാൽ അതിനെ മാനക്കേടോർത്ത് അവർ ചോദിക്കുന്നില്ല. അവസാനം സൈകെട്ട് ഈ 4-ൽ ആരാണ് ആരോടെങ്കിലും സഹായം ചോദിക്കുക എന്ന അവസ്ഥയായി. അങ്ങനെ അവർ നറുക്ക് വീണത് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഹുസൈമക്കാണ്. ഒരാളുടെ മുമ്പിൽ, അതും വിശപ്പടക്കാനുള്ള അന്നത്തിനായി കൈനീട്ടണമല്ലോ എന്ന ആ ഒരു പ്രയാസത്തിൽ അദ്ദേഹം കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ 2 റക്അത്ത് നമസ്കരിക്കട്ടെ, എന്നിട്ട് ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ നമസ്കാര ശേഷം കണ്ണുകളോടെ വിറയാർന്ന ശബ്ദത്തിൽ അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു. പിന്നീട് സംഭവിച്ചത്, ഈജിപ്തിലെ ഗവർണർ ഒരു സഹായധനവുമായി ഇവരുടെ അടുത്തേക്ക് ഒരു ദൂതനെ അയക്കുകയാണ്. ആ ദൂതൻ 4 മുഹമ്മദുമാരെയും അന്വേഷിച്ച് ആ 4 പേർക്കുമുള്ള സഹായധനം കൈമാറി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കടുത്ത പ്രതിസന്ധിയിലും 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിലേക്ക് ദുആ ഇരക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് അള്ളാഹു മതി എന്ന വിശ്വാസം, അള്ളാഹുവിൽ വരവേൽപ്പിച്ചവരെ അള്ളാഹു കൈവെടിയുകയില്ല എന്ന ദൃഢമായ ബോധ്യമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിനു ശേഷം ആ യുദ്ധഭൂമിയിൽ അങ്ങനെ വിശ്രമിക്കുകയാണ്. റസൂലുള്ള തന്റെ വാള് ഒരു മരത്തിൽ തൂക്കിയിട്ട് അതിന്റെ ചുവട്ടിൽ അങ്ങനെ ചാരിക്കിടന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി. ഒരു ശത്രു റസൂലിന്റെ വാള് കൈക്കലാക്കി. റസൂല് ഈ ഒരു ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്ന് ഉണരാ. ഇയാള് റസൂലുള്ളാന്റെ കഴുത്തിന്റെ അരികിൽ വാള് കൊണ്ടു വെച്ചു. എന്നിട്ട് ചോദിച്ചു, മുഹമ്മദ്, താങ്കളെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. എന്നിൽ നിന്ന് ഇനി ആരാണ് താങ്കളെ രക്ഷിക്കുക? ഒരു യുദ്ധത്തിന്റെ ക്ഷീണത്തിൽ പാതി മയക്കത്തിലായിരുന്ന റസൂലുള്ള ഇത് കേട്ട ഉടനെ ആകെ പരിഭ്രാന്തനായി. പക്ഷേ റസൂലുള്ളാന്റെ കണ്ടത്തിൽ നിന്ന് ഉയർന്നത് അതിദൃഢബോധ്യമുള്ള വാക്കുകളാണ്. അല്ലാ, യാ അല്ലാ എന്നുള്ള ഒരു വിളിയായിരുന്നു. ഇത് കേട്ട് ആ ശത്രു പേടിച്ചു. ശരിക്കും അയാളൊന്ന് പകച്ചു. കാരണം അത്രയും ഭീതിതമായ അവസ്ഥയിൽ ആ ഞെട്ടലും റസൂലുള്ള പറഞ്ഞത് എന്താണ്? അല്ലാ. അപ്പൊ ഇയാളെ കയ്യിൽ നിന്നും ആ പരിഭ്രമത്തില് വാള് താഴെ വീണു. ഇവിടെ റസൂലുള്ള വിളിച്ചത് ആരെ? യാ അല്ലാ എന്നാണ്, അല്ലെ? അല്ലാതെ മുൻ കടന്നുപോയ പ്രവാചകന്മാരെയോ പുണ്യപുരുഷന്മാരെയോ ഒന്നുമല്ല. അങ്ങനെ ഇയാളെ കയ്യിൽ നിന്ന് വീണുപോയ വാൾ ഉടനെ റസൂലുള്ള കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് ഈ ശത്രുവിന്റെ കഴുത്തിലേക്ക് അങ്ങ് വെച്ചു. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ ഞാൻ നിന്നെ വധിക്കുകയാണെങ്കിൽ പറയും, ആരാണ് നിന്നെ രക്ഷിക്കുക? അയാള് നിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. അയാൾക്ക് തവക്കുലൊന്നുമില്ല. അയാൾ പറയാണ്, മുഹമ്മദ്, നിങ്ങളൊരു മാന്യനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളിൽ നിന്നും ഞാൻ മാന്യത പ്രതീക്ഷിക്കുന്നു. അങ്ങനെ റസൂലുള്ള അയാളെ വെറുതെ വിട്ടു. നാട്ടിൽ ചെന്ന് അയാൾ പറഞ്ഞത്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലൊരു മനുഷ്യന്റെ അടുത്ത് നിന്നാണ് ഞാൻ വരുന്നത് എന്നാണ്. ഇവിടെ റസൂലുള്ളാക്ക് അല്ലാഹു മതി എന്ന കൃത്യമായ ബോധമുള്ളത് കൊണ്ട് ജീവൻ അപകടത്തിലാക്കുന്ന പ്രതിസന്ധിയിൽ പോലും പതറാതെ റസൂലുള്ളാക്ക് പ്രതികരിക്കാൻ സാധിച്ചു.
നമ്മൾ തവക്കുൽ ചെയ്യുമ്പോൾ അത് കളങ്കമുള്ള തവക്കുലാകാൻ പാടില്ല. കളങ്കമുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതെയുള്ള തവക്കുൽ. അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെ മറ്റു മഹാന്മാരെയും വലിയകളെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്തിന്റെ ഭീതിയെക്കുറിച്ചും ഭയാനകതയും ഒക്കെ കുറിച്ച് പറഞ്ഞു കൊടുക്കാണ്. അന്നത്തെ ദിവസം ഒരാളും മറ്റൊരാളെ ശ്രദ്ധിക്കൂല. എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞു നടക്കാവും. ഉമ്മ മക്കളെ കണ്ടാ ഓടും, മക്കൾ ഉമ്മമാരെയും ബാപ്പാനെയും കണ്ടാൽ ഓടിപ്പോകും. കാരണം അവരെങ്ങാനും നമ്മളെ ഒരു നമസ്കാരത്തിന്റെ, ഒരു നോമ്പിന്റെ, ഒരു ദിക്റിന്റെ, ഒരു സക്കാത്തിന്റെ നമ്മൾ കൊടുത്ത എന്തെങ്കിലും ഒരു ഹദിയയുടെ പുണ്യം നമ്മളെ ചോദിച്ചാൽ നമ്മൾക്കത് കൊടുക്കേണ്ടി വന്നാൽ ചിലപ്പോ അവർക്ക് പകരം ആ കത്തിയാളുന്ന നരകത്തിലേക്ക് എറിയപ്പെടുക നമ്മളെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോ സഹാബാക്കൾ ചോദിക്കാണ്, റസൂലെ ആ ദിവസം ഞങ്ങൾ എന്താണ് പറയേണ്ടത്? അപ്പൊ റസൂൽ എന്ന് പറയാണ്, നിങ്ങൾ ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ അലല്ലാഹി തവക്കൽന എന്ന് പറഞ്ഞോളൂ എന്നാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു ഏൽപ്പിച്ച ഭാരമേറിയ ദൗത്യമായിരുന്നു ഫിറഔന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഫിറഔനോട് ആദർശം പറയുക എന്നത്. നമ്മളെ വിഷയം തവക്കുലാണ്. ഓരോ സന്ദർഭത്തിലും നമ്മൾ ഈ തവക്കുൽ പറയേണ്ടതിന്റെ ആവശ്യകതയും അങ്ങനെ പറഞ്ഞാലുള്ള അള്ളാഹുവിന്റെ അടുത്ത് കിട്ടുന്ന അതിന്റെ മഹത്വങ്ങളും അതന്നെയാണ് നമ്മൾ ഓരോ കഥയിലൂടെയും സംഭവങ്ങളിലൂടെയും പറയുന്നത്. അങ്ങനെ മൂസാ നബി എന്ത് ചെയ്തു? ഈ ഒരു ആദർശം ഫിറഔനോട് പറയാൻ വേണ്ടിയിട്ട് ചില്ലറ പരിശ്രമങ്ങളല്ല പരിശ്രമിച്ചത്. അവസാനം ഒരു രാത്രി അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് വഹി കൊടുക്കാണ് ബനു ഇസ്രായേലിനെയും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ച മൂസാ നബിയുടെ അനുയായികൾ എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടു. തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവർ രക്ഷപ്പെട്ടു. അങ്ങനെ അവസാനം അവരെത്തിപ്പെട്ടത് ചെങ്കടൽ തീരത്താണ്. അവരൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഫിറഔൻ ഈജിപ്തിലെ മുഴുവൻ ജനങ്ങളെയും കൂട്ടി സ്വത്തും പട്ടാളക്കാരെയും എല്ലാം കൂട്ടി ഒരു വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊടി പറത്തിക്കൊണ്ട് ഇങ്ങനെ വരുന്ന ഒരു ഭീകരമായ രംഗം. ബനൂ ഇസ്രായേലിയരുടെ ആത്മവിശ്വാസം എല്ലാം പോയി. അവർക്ക് എന്താണ് തവക്കുലൊന്നും ഉണ്ടായിരുന്നില്ല. അവർ മൂസാ നബിയോട് പറയാണ്, ഇന്ന ലമുദ്റക്കൂ, മൂസ നമ്മൾ പിടിക്കപ്പെട്ടു, ഇനി രക്ഷയില്ല. എന്നാൽ മൂസ അലൈഹിസ്സലാം തന്നാൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിച്ചിട്ടുണ്ട്. ഇതിന് നല്ലൊരു പര്യവസാനം റബ്ബ് നൽകുമെന്ന പൂർണ്ണ ബോധ്യത്തോടെ മൂസാ നബി പറയാണ്, ഇന്ന മഅയ റബ്ബി സയഹ്ദി, അല്ല എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. അങ്ങനെ അള്ളാഹു വഹി കൊടുക്കുകയാണ് തൻ്റെ വടി കൊണ്ട് കടലിൽ അടിക്കാൻ. അങ്ങനെ ആ ഒരു ചെറിയൊരു വടി അത് കടലിൽ അടിച്ചപ്പോൾ ഭീമാകാരമായ കടല് നടുകെ പിളർന്ന് അതിലുള്ള വെള്ളം രണ്ട് മലകൾ പോലെ രണ്ട് സൈഡിലേക്കാണ് മാറി നിന്ന് മൂസാ നബിക്കും കൂട്ടർക്കും മുമ്പിൽ ഒരു ഉണങ്ങിയ വഴിയാണ് പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ മൂസാ നബിയും അനുയായികളും അതിലൂടെ രക്ഷപ്പെട്ടു. ഫിറഔന്റെ സംഘത്തെ അള്ളാഹു മുക്കി നശിപ്പിച്ചു. ഇതാണ് തവക്കുലിന്റെ ശക്തി. അള്ളാഹുവിൻ ഭരമേൽപ്പിച്ചവരെ അള്ളാഹു ഒരിക്കലും കൈവടിയുകയില്ല. ഈ തവാക്കുലാകാൻ പാടില്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കൽ ഒരു സംഘം ഹാജിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി യമനിൽ നിന്നും വന്നു. ഹജ്ജിന് വരുമ്പോൾ യാത്രാ വിഭവങ്ങൾ കരുതണം. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ യാത്രാ വിഭവം തഖ്വയാണ് എന്നൊക്കെ ഖുർആനിലുണ്ട്. പക്ഷെ ഇവര് വന്നപ്പോ കയ്യിലൊന്നുമില്ല. ഇതെന്താ നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചപ്പോ അവരുടെ മറുപടി ഞങ്ങൾ മുതവക്കിലീങ്ങളാണ് എന്നായിരുന്നു. അതായത് ഞങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോ ഞങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുവരേണ്ട കാര്യമല്ല, അതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലൊക്കെ അള്ളാഹു തന്നോളും എന്ന്. അപ്പോൾ അവരോട് പറയപ്പെട്ടു, നിങ്ങൾ മുത്തവക്കിലീനല്ല, നിങ്ങൾ മുത്തവാക്കിലീങ്ങളാണ് എന്നാണ്. അതായത് നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കിയവരല്ല, നിങ്ങൾ അന്യാശ്രയക്കാരായിട്ട് വന്നതാണ്. അതായത് ആരാനോട് ഇറന്ന് ജീവിക്കാം എന്നൊരു നിലപാടുമായിട്ട് വന്നതാണ്. അത് പാടില്ല. പിന്നെ എന്താണ് വേണ്ടത്? തവക്കുലിനെ കുറിച്ച് ഒരു പ്രശസ്തമായ ഹദീസ് ഉണ്ട്. നമ്മൾ അള്ളാഹുവിൽ യഥാവിധം തവക്കുലാക്കണം. അങ്ങനെ നമ്മൾ ചെയ്താൽ ലൗ അന്നക്കും തവക്കൽതും അലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ഹഖ തവക്കുലിഹി, ഭരമേൽപ്പിക്കേണ്ട വിധം ഭരമേൽപ്പിച്ചാൽ, അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. നമ്മൾക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തതിനു ശേഷം ബാക്കി അതിന്റെ ഫലം എന്തായാലും അത് അള്ളാഹുവിൽ ഏൽപ്പിക്കുക. അങ്ങനെ നമ്മൾ ചെയ്താൽ ലറസഖക്കും കമാ യർസുഖു ത്വയ്ർ, അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകും
എങ്ങനെയാണോ അള്ളാഹു പക്ഷികൾക്ക് ഉപജീവനം കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് അള്ളാഹു ഉപജീവനം നൽകും. എന്താ അവരുടെ പ്രത്യേകത? താതു ഹിമാസൻ, അവരൊട്ടിയ വയറുമായി അതിരാവിലെ തങ്ങളുടെ കൂടുകളിൽ നിന്നും അന്നം തേടി പുറപ്പെടും. വത്തറൂഹു ബിപ്പോന, എന്നിട്ടോ നിറഞ്ഞ വയറുമായി അവർ തങ്ങളുടെ കൂടുകളിലേക്ക് അണയും. ഇതുപോലെ അള്ളാഹുൽ തവക്കുലാക്കി തങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളുമായി മുന്നോട്ടു പോയാൽ അള്ളാഹു നമ്മളെയും പക്ഷികളെ കാക്കുന്നത് പോലെ കാക്കും. ഇവിടെ പക്ഷി അള്ളാഹുവിൽ തവക്കുലാക്കി കൂട്ടിലിരിക്കല്ല, മറിച്ച് അതതിന്റെ അന്നം തേടി പോകുന്നുണ്ട്. ഇതാണ് തവക്കുൽ. നമ്മളാൽ കഴിയുന്നത് പരിശ്രമിച്ച് അള്ളാഹുവിൽ വിശ്വസിച്ച് പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതയാത്ര തുടരാം. നമ്മൾ പരീക്ഷക്ക് പ്രതീക്ഷിച്ച പോലെ ഒരു മാർക്ക് വാങ്ങി ജയിക്കണമെങ്കിൽ നന്നായി പഠിച്ച് ബാക്കി റഹ്മാനായ റബ്ബിന് വിട്ടുകൊടുക്കുക. ഇതിന്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, നമ്മൾക്ക് ചെയ്യാനുള്ള എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ പിന്നാലെ നമ്മുടെ പ്രൊട്ടക്ടറായിട്ട് നമ്മുടെ സൃഷ്ടാവുണ്ട്. നമുക്ക് രോഗം മാറണമെങ്കിൽ ചികിത്സിക്കുക, ബാക്കി അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. ഒരു നിരാശയും വേണ്ട. ഇവിടുന്നാണ് നമുക്ക് പ്രതിഫലം നൽകേണ്ടത്, അത് അള്ളാഹു നമുക്ക് ഇവിടുന്ന് തരും. അതല്ല, നമ്മൾക്ക് സ്വർഗം തരാനാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ആ രോഗത്തോടു കൂടി നമ്മൾ അങ്ങോട്ട് പോകും. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. പക്ഷെ ഇവിടെ നമ്മളിൽ അധികം പേരും നമ്മൾ ജീവിച്ചു പോകുന്നത് നമ്മുടെ തൊഴിൽ കൊണ്ടാണ് എന്നൊരു വിചാരമാണ്. എൻ്റെ കച്ചവടം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടട്ടെ എന്നിട്ട് മതി എനിക്ക് കല്യാണം, അതാണ് എനിക്ക് സുരക്ഷിതത്വം, അങ്ങനെയൊക്കെ ഒരു നിലപാടാണ്. ഇങ്ങനെയൊക്കെ നമ്മളിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈമാൻ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ഈമാൻ പൂർണ്ണമല്ല, അല്ലെങ്കിൽ നമ്മൾ തവക്കുലിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം, ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇനി ഇങ്ങനെ തവക്കുലൂടെ നമ്മൾ ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇഷ്ടം നമുക്ക് ലഭിക്കും. ദുനിയാവിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, നമ്മുടെ മുഖത്തത് പ്രതിഫലിക്കും. എത്ര വഴിമുട്ടിയാലും എൻ്റെ റബ്ബ് എനിക്കായി ഒരു വഴി തുറക്കുമെന്ന പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാവും. നമ്മൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, എന്നിട്ട് അതിലേക്ക് ഇറങ്ങി പുറപ്പെടുക. ബാക്കി റഹ്മാനായ റബ്ബ് നോക്കിക്കോളും. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഉറഫ. അള്ളാഹു പറയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന ഉന്നതമായ സൗധങ്ങളിൽ സ്വർഗത്തിൽ താമസ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. എന്തൊരു ഭംഗിയാവില്ലേ നമ്മൾ ജീവിക്കുന്ന ഒരു വീട്, അതിന്റെ അടിയിലൂടെ ഇങ്ങനെ അരുവികൾ ഒഴുകുക. ഇവിടെയാണെങ്കിൽ നമുക്ക് പേടിയുണ്ടാവും അല്ലെ, ഒരു ഉരുൾപൊട്ടലൊക്കെ വന്നാൽ ചിലപ്പോൾ ആ നദി കൂടി വെള്ളം വന്ന് നമ്മുടെ വീടൊക്കെ കൂടി ഒഴുകി പോകുന്നു. പക്ഷെ അവിടെ അങ്ങനെ യാതൊരു പേടിയില്ല. എന്നിട്ട് അതിന്റെ ബാക്കി പറയാം, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തിൽ കൂടി അരുവി ഒഴുകുന്നുണ്ട്. ഖാലിദീന ഫീഹ, അതിൽ അവർ നിത്യവാസികളായിരിക്കും. നിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവർക്കുള്ള അധ്വാനിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര മഹത്തരമാണ്. എന്നിട്ട് അതിന്റെ അടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, ആർക്കാണിത് കിട്ടുക? അല്ലദീന സ്വബറു, ആരാണോ ക്ഷമിക്കുന്നത്, അല്ലദീന സ്വബറു, ആരാണോ ക്ഷമിക്കുന്നത്. അതായത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പലതും വരും അല്ലെ, സങ്കടങ്ങളും വേദനകളും ദുരിതങ്ങളും ഒക്കെ വരും. ഒട്ടും നിരാശയില്ലാതെ പ്രതീക്ഷയോടെ അല്ലദീന സ്വബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, പ്രതീക്ഷയോടെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവരാണവർ. അവർക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹു നൽകും. അങ്ങനെ നമ്മൾ തവക്കുലാക്കിയാൽ നമ്മൾക്കും അള്ളാഹു ഈ അനുഗ്രഹങ്ങൾ നൽകും. അത് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ തവക്കുലിന്റെ ശക്തി. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ തവക്കുൽ എന്നുള്ളത് മനസമാധാനം ലഭിക്കുന്നതിന് അള്ളാഹു നൽകിയ വലിയ നിഅമത്താണ്. അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുക. അപ്പോഴാണ് തവക്കുലിന്റെ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സംസാരത്തിൽ വരുന്ന പിഴവുകളെ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തുമാപ്പ് നൽകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.